ഹായ് ഗൈസ്, ഹൗ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇന്ത്യക്കാർക്ക് യൂറോപ്പിൽ പൗരത്വം കിട്ടും 5 മാർഗങ്ങളിലൂടെ 5 ഓപ്ഷൻ വഴി നമുക്ക് യൂറോപ്പിൽ പൗരത്വം എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിന് വലിയ ക്വാളിഫിക്കേഷൻ വേണം, അതുപോലെ തന്നെ നല്ല ക്യാഷ് വേണം, അങ്ങനെയൊന്നുമില്ല. അതില്ലാത്തവർക്കും പൗരത്വം കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ പൗരത്വം കിട്ടാനുള്ള ആദ്യത്തെ ഓപ്ഷൻ ഫസ്റ്റ് വൺ ഡിസെൻഡ് ആണ്. എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ല കേട്ടോ, കറക്റ്റ് ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ ഡിസെൻഡ് ആണ്. ഇത് പല ആൾക്കാർക്കും പോസിബിൾ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് പറയുന്നത് വംശപാരമ്പര്യമുള്ളവർക്ക് മാത്രമേ യൂറോപ്യൻ പൗരത്വം കിട്ടൂ. അതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഗോവയിലുള്ള പല ഫാമിലീസിനും പോർച്ചുഗലിലോട്ട് മൂവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പോർച്ചുഗലിൻ്റെ ഒരു കോൺസുലേറ്റ് തന്നെ വരുന്നത് ഗോവയിലാണ്. ഇന്ത്യയിലാകെ 2 കോൺസുലേറ്റ് മാത്രമേ ഉള്ളൂ, ഒരു എംബസിയും ഒരു കോൺസുലേറ്റ് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ഗോവയിലാണ്. അത് കാരണം മറ്റൊന്നുമല്ല, ഗോവയിലുള്ള പല ഫാമിലീസിനും പോർച്ചുഗീസുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ബേസിൽ അവർക്ക് ഈ ഒരു ഡിസെൻറ്റ് വഴി യൂറോപ്പിൽ ഒരു പൗരത്വം കിട്ടുക, യൂറോപ്പിലെന്ന് പറയുമ്പോൾ പോർച്ചുഗലിൽ ഒരു പൗരത്വം കിട്ടുക എന്ന് പറയുമ്പോൾ ഈസിയാണ്. പിന്നെ ഇത് പോർച്ചുഗീസ് മാത്രമല്ല കേട്ടോ ഈ ഒരു ഡിസെൻറ്റ് വഴി പൗരത്വം കൊടുക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഫ്രാൻസിൽ ഇപ്പോൾ ഫ്രഞ്ചുകാർ ഇപ്പോൾ നമ്മുടെ പോണ്ടിച്ചേരി ഭാഗത്തൊക്കെ ചില ഫാമിലീസിനൊക്കെ ആ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ എനിക്ക് അറിയാവുന്നത് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു ഡിസെൻറ്റ് വഴി യൂറോപ്പിലോട്ട് പൗരത്വം എടുത്ത് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു വഴി അവിടെ പൗരത്വം എടുത്ത് പോകുന്നു എന്നല്ല, എടുക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് നാച്ചുറലൈസേഷൻ. അതായത് നോർമലായിട്ടുള്ള പ്രോസസ്സ്. ചില രാജ്യങ്ങളിലൊക്കെ ഒരു റിക്വയർമെൻ്റ് ഉണ്ടാവും, ഇപ്പോൾ ഇത്ര വർഷം ആ രാജ്യത്ത് താമസിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പൗരത്വത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോർച്ചുഗലിൽ നമ്മളിപ്പോൾ TRC കാർഡിൽ ഒരു 5 years നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ PR-ന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 6 years കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൗരത്വത്തിന് അപ്ലൈ ചെയ്യാനും പറ്റും. അതേ ടൈമിൽ ജർമ്മനിയിൽ 7 വർഷം PR-ൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പൗരത്വത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 8 വർഷം നോർമൽ പെർമിറ്റിലൊക്കെ നിന്ന കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്കും പൗരത്വത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾക്കും പൗരത്വത്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് അത്രയും വർഷം നമ്മൾ ആ രാജ്യത്ത് താമസിക്കേണ്ടി വരും. വർക്ക് വിസയിലോ അല്ലെങ്കിൽ ഇപ്പോൾ റെസിഡൻസ് പെർമിറ്റിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ വലിയ ക്വാളിഫിക്കേഷൻ വേണമെന്നോ അതേപോലെ തന്നെ നല്ല ക്യാഷ് വേണോ എന്നൊന്നും നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒരു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിലും അയാൾക്ക് പോർച്ചുഗലിൽ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ പോയാലും വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ അയാൾ ഏകദേശം ഒരു 6 years കംപ്ലീറ്റ് ചെയ്താൽ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് പോർച്ചുഗീസ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പൗരത്വത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതെല്ലാവർക്കും ചൂസ് ചെയ്യാനും പറ്റും. പക്ഷേ അതായത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും സെയിം ലോ അല്ല, പല രാജ്യങ്ങളിലും പല ലോസ് ആണ്. അപ്പോൾ ഇതിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഒരുവിധം പെട്ട എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും നമുക്ക് വർക്ക് വിസ തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൗരത്വത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ 3ാമത്തെ ഓപ്ഷൻ വരുന്നത് മാരേജ് ആണ്. അവിടെയുള്ള ഏതെങ്കിലും ഒരു പൗരനെ കല്യാണം കഴിക്കുക. പക്ഷേ ഇപ്പോൾ പല ആൾക്കാർക്കും അതൊരു ചടപ്പായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഗൂഗിൾ, യൂട്യൂബിലൊക്കെ എല്ലാവരും ഒരുപോലെ ആക്റ്റീവാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും സെയിം ലൈഫ് സ്റ്റൈലിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് വലിയൊരു വിഷയമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, മറ്റേത് പ്രോഗ്രാമിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും അതേപോലെ എളുപ്പത്തിലും നമുക്ക് പൗരത്വം കിട്ടുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ ഒരു മാരേജ് ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ പൗരത്വം കിട്ടും. അതുപോലെ തന്നെ വിസ പ്രോസസ് ആണെങ്കിലും വലിയ ഒരു ഡിഫിക്കൽറ്റി ആയിരിക്കില്ല. 4ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാഷുള്ള ആൾക്കാർക്ക് പറ്റിയതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ നമ്മൾ പൗരത്വം വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. വിലക്ക് വാങ്ങാന്നല്ല, ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അങ്ങനെ ഓരോ യൂറോപ്യൻ രാജ്യങ്ങൾക്കും റിക്വേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിസയ്ക്ക് റിക്വേർഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അത്രത്തോളം എമൗണ്ട് നമ്മളവിടെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ TRC കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു രാജ്യത്ത് പൗരത്വത്തിന് വേണ്ടിയിട്ട് എത്ര വർഷമാണോ അവർ റിക്വയർഡായിട്ട് പറയുന്നത് ആ ഒരു സമയം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. പിന്നെ ഇത് സ്വീഡൻ മാത്രമല്ല, ഓരോ രാജ്യങ്ങളും ഇപ്പോൾ തന്നെ പോർച്ചുഗലിലാണെങ്കിൽ ഏകദേശം 3.25 ലക്ഷത്തോളം രൂപയാണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമുക്കവിടെ എന്താ പറയുക സ്ഥലങ്ങൾ വാങ്ങിയിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് വാങ്ങാം. അതും അല്ലെങ്കിൽ ചില കൺട്രീസൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും
അതും അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിസ എന്ന് പറയുന്നത് നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനുമാണ്, അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള പ്രോസസ്സുമാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ക്യാഷാണ് മെയിൻ വില്ലൻ. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ടപ്പ് വിസ. ഇപ്പോൾ യു കെയിലൊന്നും ആണെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു വിസ എടുക്കേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ സ്റ്റാർട്ടപ്പ് വിസയിലാണെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് വരെ എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് 5ാമതായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റെഫ്യൂജി വിസയാണ്. ഈ റെഫ്യൂജി വിസ എന്ന് പറയുമ്പോൾ മറ്റുള്ള വിസാസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമുക്ക് നല്ല ക്വാളിഫിക്കേഷൻ വേണമെന്നോ, നല്ല എഡ്യൂക്കേഷൻ, നല്ല എന്താ പറയുക ക്യാഷ് വേണമെന്നോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കഷ്ടപ്പാട് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ഇപ്പോൾ തന്നെ സംസാരിക്കാൻ കൂടെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. ലാംഗ്വേജ് പാസ്സാവണ്ട, ഇതൊന്നും പാസ്സാവാതെയും നമുക്ക് പൗരത്വം കിട്ടും. നമുക്കല്ല, ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ. അത് മറ്റൊന്നും കൊണ്ടല്ല. റെഫ്യൂജി വിസ എന്ന് പറയുമ്പോൾ അഭയാർത്ഥി വിസയാണ്. നമ്മുടെ സ്വന്തം രാജ്യത്ത്, നമ്മുടെ ദേശത്ത് നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ, നമുക്കിവിടെ ഒന്നുകിൽ വംശീയപരമായ അല്ലെങ്കിൽ വർഗീയപരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവിടെ വേണ്ടത്ര ഫുഡ് കിട്ടുന്നില്ല, ജോബില്ല എന്ന് വെച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ തീരെ പറ്റുന്നില്ല. മെയിനായിട്ട് ഇപ്പോൾ ഈ ആഫ്രിക്കൻ കൺട്രീസ് പോലെയുള്ള ആ ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺട്രീസിൽ പോവുകയാണെങ്കിൽ നമുക്കവിടെ ഈ ഒരു റെഫ്യൂജി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ പൊതുവേ ഇപ്പോൾ ഇന്ത്യക്കാർ ഇതേപോലെ റെഫ്യൂജി വിസയിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് റെഫ്യൂജി വിസയിൽ പൗരത്വം കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്കിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇവിടെ വർഗീയപരമായോ വംശീയപരമായോ പൊളിറ്റിക്സിൽ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നല്ലാതെ ഇവിടെ ശരിക്കും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നോർമലി സാധാരണ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇതേപോലെ യൂറോപ്പിലോ കാനഡയിലോ ഒക്കെ പോയിട്ട് റെഫ്യൂജി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് അവർ സെർച്ച് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഒരു കേസ് ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് പൗരത്വം കാര്യങ്ങളൊന്നും കിട്ടില്ല. ഭൂരിഭാഗം ഇന്ത്യൻസിനും സെയിം അവസ്ഥയാണ് വരുന്നത്. കാരണം അതേ സമയത്ത് ഇപ്പോൾ ശ്രീലങ്കൻസോ പാകിസ്ഥാനീസോ ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പൗരത്വം കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻസിനാകുമ്പോൾ ഒരു വിധം ഫൈനലാകുമ്പോൾ റെഫ്യൂസലായി പോവുകയാണ് ചെയ്യുന്നത്, റിജക്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ഈ ഒരു കേസ് തന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് എന്തായാലും പൗരത്വം കിട്ടും, ഷുവറാണ്. കാരണം നമുക്കിപ്പോൾ പൊളിറ്റിക്സ് ആയിട്ടോ അല്ലെങ്കിൽ വംശീയപരമായിട്ടോ അല്ലെങ്കിൽ വർഗീയപരമായിട്ടോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നാട്ടിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് മറ്റുള്ള ആ രാജ്യത്തെ ഗവൺമെൻറ്റിന് നമ്മൾ പ്രൂഫ് കൊടുത്താൽ നമുക്ക് എന്തായാലും പൗരത്വം കിട്ടും, അത് ഷുവറാണ്. ഇപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ശ്രീലങ്കൻസും പാകിസ്ഥാനീസൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഈ ഒരു റെഫ്യൂജി വിസ തന്നെ പൗരത്വം എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ത്യൻസിൻ്റെ കേസ് ഫൈനലാകുമ്പോൾ കൂടുതലും റെഫ്യൂസലായി പോവുകയാണ് ചെയ്യുക. പക്ഷേ സോളിഡ് റീസൺ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, എന്തായാലും കിട്ടും. പക്ഷേ ഇതിനേക്കാളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വർക്ക് പെർമിറ്റ് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് വിസയിൽ പോവുക, അല്ലെങ്കിൽ പിന്നെ മാരേജ്. ഈ 3 ഓപ്ഷൻ നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ പല ആൾക്കാരും ചോദിക്കും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാണ് യൂറോപ്പിലോട്ട് പോകുന്നത്? അത് ഓരോ ആൾക്കാരുടെയും ഡിസിഷനാണ്, വ്യക്തിപരമായ ഡിസിഷനാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനോ കുറ്റം പറയാനോ ഒന്നും പറ്റൂല. ഓക്കെ, കാരണം അത് ഇന്ത്യ ഇപ്പോൾ നല്ല രാജ്യമാണെങ്കിൽ ഒരാൾ പോലും പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പൗരത്വം എടുക്കാൻ നിൽക്കില്ല. ഓരോ ആൾക്കാർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ഈ ഒരു പൗരത്വത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകും. ആ ഒരു കേസിൽ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്, അതിന് വല്ല കാര്യമുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കേണ്ട, അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ നാട്ടുകാരുമായിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ രാജ്യത്ത് ജീവിക്കുന്നത് തന്നെയാണ്. കാരണം ഇത് നമ്മുടെ നാടാണ്, നമുക്കിവിടെ എല്ലാ റൈറ്റ്സും ഉണ്ട്. പുറത്ത് ഒരു നമ്മൾ മറ്റേത് രാജ്യത്ത് പോയാലും എന്തായാലും നമ്മളവിടെ ഒരു 2ാം പൗരനായിരിക്കും. ആ ഒരു വേർതിരിവ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ചില ആൾക്കാരൊക്കെ അത് കാണിക്കുന്നില്ലെങ്കിലും എന്തായാലും മനസ്സിനകത്ത് എന്തായാലും ചെറിയൊരു വേർതിരിവ് ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാവും.